ശ്രീ ജെയിംസ് ജോസ്, പ്രത്യേകിച്ച് അച്ഛൻ അതിന്റെ തുടക്കത്തിൽ തന്നെ ഈ പ്രത്യേകിച്ച് ഇത്തരം നിഗൂഢ ശക്തികളുടെ ഒരു തന്ത്രങ്ങൾ അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് തന്നെ അച്ഛൻ പറയുകയുണ്ടായി. പലപ്പോഴും ഞാൻ ഇൻട്രോയിലും സൂചിപ്പിച്ചതുപോലെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഒരു പൂർണ്ണതയിൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അത്തരം അരാജകത്വം നിറഞ്ഞ പ്രവർത്തികളാണ് ഇത്തരം കേന്ദ്രങ്ങളിലൊക്കെ അരങ്ങേറുന്നത്. ഈ ബ്ലാക്ക് മാസ് കേന്ദ്രങ്ങൾ, ബ്ലാക്ക് മാജിക് കേന്ദ്രങ്ങൾ, ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ, പ്രകൃതി വിരുദ്ധ ലൈംഗിക വീഴ്ചകൾ, അച്ഛൻ സൂചിപ്പിച്ചതുപോലെ മയക്കുമരുന്ന്, അത്തരം കാര്യങ്ങൾ. അപ്പോൾ ഒരു നെഗറ്റീവ് ഫോഴ്സ്, ഈ നെഗറ്റീവ് ഫോഴ്സിലേക്ക് എങ്ങനെയാണ് ഇവർ കൃത്യമായിട്ടുള്ള ഒരു ആത്മീയ അന്തരീക്ഷത്തിലും ഒക്കെ അല്ലെങ്കിൽ ഒരു നല്ലൊരു കുടുംബ പശ്ചാത്തലത്തിലൊക്കെ വളർന്നു വരുന്ന യുവതലമുറയെ എങ്ങനെയാണ് ഈ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫോഴ്സിലേക്ക് ഇവർ അട്രാക്റ്റഡ് ആക്കുന്നത്? മറ്റൊരു ചോദ്യം കൂടി, മാത്രമല്ല ഇത്തരം കെണികളിൽ പെട്ടുകഴിഞ്ഞാൽ ഇവർ അനുഭവിക്കേണ്ടി വരുന്ന ദുരന്ത ഫലങ്ങൾ എന്തൊക്കെയാണ്? അത്തരത്തിൽ ഏതെങ്കിലും ഒരു അനുഭവങ്ങൾ അങ്ങേക്ക് പങ്കുവെക്കാനുണ്ടോ ശ്രീ ജെയിംസ് ജോസ്? അച്ഛൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറയാനിരുന്ന കുറെ കാര്യങ്ങൾ അച്ഛൻ സ്പെസിഫൈ ചെയ്ത് പോകുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമാകും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഉൾപ്പെടുന്ന എന്റെ സഭയില് ഇത്തരത്തിൽ ജ്ഞാനമുള്ള വൈദികർ ഉള്ളത് തന്നെ ഒരു പ്രത്യാശയുടെ തുരുത്ത് ഇപ്പോഴും അവശേഷിപ്പിക്കുന്നുണ്ടെന്ന് പറയും. കാരണം വർഷങ്ങളായിട്ട് ഫാമിലി അപ്പോസ്റ്റലേറ്റിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സോസിസം മിനിസ്ട്രിയുടെ ഒരു ചെറിയ ഭാഗമൊക്കെ ആയി സമയത്ത് യുവജനങ്ങളുമായിട്ട് ഇടപെടാനായിട്ട് വളരെയധികം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബ്ലാക്ക് മാസ്, സാത്താൻ സേവ, ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ജോർജ് പറഞ്ഞതുപോലെ, അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞു അല്ലേ? ആ നെഗറ്റീവ് എനർജി അഥവാ അന്ധകാര ശക്തി, ഒരു നെഗറ്റീവ് എനർജി. എനിക്ക് പറയാനുള്ളത്, ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നമുക്കാണ്. അതായത് യഥാർത്ഥ ശക്തി എന്നത് തിരിച്ചറിഞ്ഞവന് മാത്രമേ, അല്ലെങ്കിൽ യഥാർത്ഥ സത്യം എന്തെന്ന് തിരിച്ചറിഞ്ഞവന് മാത്രമേ ഈ അന്ധകാര ശക്തി നെഗറ്റീവ് എനർജിയായി വ്യാഖ്യാനിക്കപ്പെടുന്നു. അവർക്കതൊരു നെഗറ്റീവ് എനർജി അല്ല. അവർക്ക് ഇതൊരു ടൈപ്പ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു പവറാണ്, പല ഭൗതിക നേട്ടങ്ങൾ കൊടുക്കുന്ന പവറാണ്, സമൂഹത്തിൽ അവർക്ക് കുറെ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്ന പവറാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു എനർജി അവർക്കത് പ്രാപ്യമാണെങ്കിൽ പലരും ഇത് ചൂസ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. കാരണം മനുഷ്യന്റെ ഹൃദയം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്നാണല്ലോ നമ്മളുടെ തിരുവചനത്തിൽ പോലും പറയുന്നത്. അപ്പോ ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ആ ഒരു ചിന്ത നമുക്കാണ്, അല്ലാതെ എല്ലാവർക്കും നെഗറ്റീവ് എനർജി അല്ല. അപ്പൊ അവർ ആ ട്രാക്കിൽ പോയി പെട്ടതിന് ശേഷം ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുക എന്ന് പറയുന്നത് പോലെ, ആ ട്രാപ്പിൽ ഉൾപ്പെട്ടതിന് ശേഷം അവർ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളാണ് ഇവർ ഏത് എനർജിയിലാണ് പോയി പെട്ടത് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ കൂടെ പോയതിനു ശേഷം അവരുടെ ഒരു ഗൈഡ് ലൈൻ അനുസരിച്ച് പോയിട്ട് ഇവരെല്ലാ തരത്തിലുള്ള ധാർമ്മികമായ അധപ്പതനത്തിലേക്ക് പോയി അവസാനം സൂയിസൈഡ് ചെയ്യുകയോ മറ്റുള്ളവരെ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസ് ആണ്. നേരെ മറിച്ച് അവർക്ക് തിന്മ ചെയ്യുക, മറ്റൊരുവന്റെ ജീവൻ എടുക്കുക, മറ്റൊരുവനെ ഉപദ്രവിക്കുക, അവസാനം നീ തന്നെ ആത്മഹത്യ ചെയ്ത് ജീവൻ വെടിയുക, ഇതൊക്കെ ഒരു തരം എന്താ പറയാ സാക്രിഫൈസ് ആയിട്ട് ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് സംഭവിച്ച അരുണാചലിലെ കേസ്, അവർക്കിത് അന്യഗ്രഹത്തിൽ പോയി ഒരു പുതിയ ഇൻകാർണേഷൻ, ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു വഴിത്തിരിവിലേക്കാണ് അവർ പോയത്. അവരുടെ നോളജിൽ ഇതൊരു തെറ്റല്ല. അവര് നോക്കുമ്പോ ഇവിടെ ജീവിക്കാൻ പോലും പറ്റിയല്ല, ഇപ്പത്തെ അവസ്ഥയില് ഇവിടെ ജീവിക്കാൻ മേല, ഇവിടെ ജോലി ചെയ്താൽ കാശില്ല, പട്ടിണിയും പരിവട്ടവും ഒക്കെയാണ്. അപ്പൊ ഇവർക്ക് കിട്ടേണ്ട പ്രഷറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വേറെ ഏതോ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോയാൽ എനിക്കിതെല്ലാം കിട്ടുമെന്നുള്ളൊരു ചിന്തയില് അവര് തെരഞ്ഞെടുത്ത ഒരു എനർജിയാണ്, അല്ലെങ്കിൽ അവര് തെരഞ്ഞെടുത്ത ഒരു സെക്റ്റാണ്, അല്ലെ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലാണ് അവർ പോയിരിക്കുന്നത്. ശ്രീ ജെയിംസ് ജോസ്, ഞാനൊന്ന് ഇടപെട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു ലോജിക്കും ഇല്ലാത്ത, ഇപ്പൊ അങ്ങ് പറഞ്ഞു അവരുടെ ദൃഷ്ടിയിൽ അത് അത്തരത്തിലുള്ള ആ രീതിയിലാണ് അവർ കാര്യങ്ങൾ കാണുന്നത്. പക്ഷെ ഒരു ലോജിക്ക് ഇല്ലാത്ത ഇത്തരം ഇപ്പൊ അന്യഗ്രഹത്തിൽ പോവുക, ഇപ്പം ട്രിവാൻഡ്രത്തെ നന്ദഗോഡ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ ആസ്ട്രൽ പ്രൊജക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഈ നരബലി, ഒരു
അടിസ്ഥാനരഹിതമായിട്ടുള്ള ലോജിക് ഇല്ലാത്ത ഇത്തരം ധാർമ്മികമായി അധപതിച്ച ഇത്തരം ചിന്തകൾ എങ്ങനെയാണ് ഒരു മനുഷ്യ മസ്തിഷ്കത്തെ ഇത്തരത്തിൽ ഇവർക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്നത്? ശ്രീ ജെയിംസ് ജോസ്. അത് ഞാൻ പറഞ്ഞത്, ഈ ലോജിക് ഇല്ല എന്ന് പറയുന്ന ആർക്കാണ്? ലോജിക് ഇല്ലാത്തത് ലോജിക് ആയിട്ട് ചിന്തിക്കുന്നവർക്കും ജ്ഞാനം കിട്ടിയവനുമാണ് ഇത് ലോജിക് അല്ലാത്തത്, ലോജിക് അല്ല എന്ന് മനസ്സിലാവുള്ളൂ. അന്ധകാരം നിറഞ്ഞ ഒരു ബ്രെയിൻ, മസ്തിഷ്കം, അതിൽപ്പെട്ടവൻ ഇത് ലോജിക് അല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ലോജിക് അല്ലാത്ത എത്രയോ കാര്യങ്ങൾ ഇവിടെ നമ്മുടെ നാടുകളിൽ സംഭവിക്കുന്നു. അതെല്ലാം തടയണമെന്ന് പറഞ്ഞാൽ ഈ ലോജിക്ക് എന്ന് പറയുന്നതിനോട് ചിലപ്പോ നിരീശ്വരവാദിക്ക് ദൈവവിശ്വാസം ലോജിക് ഇല്ലാത്തതാണ്. അവര് പറയുമ്പോൾ നമുക്കത് ലോജിക് ഉള്ളതാണ്. ഇനി അതിനോട് അവരുടെ ആ ഒരു ഏർപ്പാടിനോട്, അതല്ലെങ്കിൽ ഇതിനകത്ത് പോയി വീഴുന്ന ആളുകളോട്, അന്ധകാര ശക്തികളെ ആരാധിക്കുന്നവർ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതിനകത്ത് അന്ധകാര ശക്തികളെ ആരാധിക്കുന്നവർ മാത്രമൊന്നുമല്ല പോയി വീഴുന്നത്. നമുക്ക് എന്റെ കുടുംബം, എന്റെ സ്വന്തം കുടുംബം എനിക്ക് നന്നാക്കാൻ സാധിക്കാതെ ഞാൻ അയലോക്കത്തെ കുടുംബത്തെ നന്നാക്കാൻ പോകുന്നതിനെ പറ്റി നമ്മൾ വ്യാകുലപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് ശരിയല്ലാത്ത ഒരു നടപടിയാണ്. എന്ന് പറഞ്ഞാൽ എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോ നമ്മുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുമ്പോൾ പറയേണ്ട ചില ലിമിറ്റേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയാം. ഇപ്പോ ക്രിസ്തു നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടത് ലോകത്തിന്റെ ഉപ്പും പ്രകാശവും ഒക്കെ ആയി നിൽക്കാനാണ്. അപ്പൊ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മറ്റൊരുവന് ഒരു സങ്കല്പമുണ്ട്, അവന് കാണുന്ന ഒരു ചിന്തയുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ, അച്ഛനെ പോയി തൊടുന്നതിന് ഒരു ക്രിസ്ത്യാനിയെ തൊട്ടാൽ മതി, എനിക്ക് എന്തോ ഒരു പവർ കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ കാരണന്മാർ വരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോ നല്ല ജീവിതം നയിക്കണം എന്ന് പറഞ്ഞ് കൽപ്പനകളും തന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി കൃത്യമായ ബോധ്യങ്ങൾ തന്ന് നമ്മൾ വിശ്വസിക്കുന്നവനാണല്ലോ ദൈവമുള്ളൂ. ഇനി ചിലരിപ്പോ അല്ലാത്തവർ ചോദിക്കും, ഈ പറഞ്ഞ പോലെ സാത്താനുണ്ടോ? അതൊക്കെ ചുമ്മാ. നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നീ സാത്താനിൽ വിശ്വസിച്ചിരിക്കണം. ദൈവത്തിൽ നിനക്ക് സാത്താനിൽ നിനക്ക് വിശ്വാസമില്ല, ദൈവത്തിലാണ് എനിക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് കപടതയാണ്. കാരണം ദൈവമുണ്ടെങ്കിൽ സാത്താനുണ്ട്, അല്ലെങ്കിൽ പിന്നെ ബൈബിളിൽ നമ്മളിപ്പോ വിശ്വസിക്കുന്നതിൽ പോലും അടിസ്ഥാനമില്ല. സാത്താൻ ഇല്ല എന്ന് പറയുന്ന ഞാൻ ഉൾപ്പെടെ പ്രതിനിധാനം ചെയ്യുന്ന സഭാ നേതൃത്വങ്ങൾ ഉൾപ്പെടെയുണ്ട്, സഭാ അംഗങ്ങളുണ്ട്. അച്ഛൻ മുമ്പേ പറഞ്ഞ ചില കാര്യങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സാത്താൻ സഭയുടെ ആരാധന നടക്കുന്നത് എന്ന് പറഞ്ഞ് ചുമ്മാ ആരോപണം പോരല്ലോ. സത്യത്തിൽ ഇതിനെപ്പറ്റി നമ്മൾ എൻക്വയറി ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അത്ര ത്രട്ടുള്ള കേസാണ്, അത്രയും ത്രട്ടുള്ള കേസാണ്. എന്നിട്ട് അത് വകവയ്ക്കാതെ നമ്മൾ ഇതിനെപ്പറ്റി പോയി പഠിച്ച് ചില തെളിവുകൾ ശേഖരിച്ചെടുത്തുകൊണ്ട് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ കൊടുത്തു കഴിയുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് വെച്ച് നമ്മൾ നോക്കിയാൽ ഉത്തരവാദിത്വ ബോധം എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ഭവനങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അതായത് ഏത് സാത്താനാരാധകരും, ഇപ്പോ അല്പം മുമ്പ് പറഞ്ഞു ആന്റി ജീസസ് ഗ്രൂപ്പുകളാണ്. എന്താണ് എല്ലാം ഈ ആന്റി ജീസസിലോട്ട് വരുന്നത്? വേറെ എത്രയോ മതവിഭാഗങ്ങളുടെ ദൈവിക നാമങ്ങളൊക്കെ ഉണ്ട്, അതുമായിട്ട് എന്ത് ചെയ്ത് കണക്ട് ആവാത്തത്? എല്ലാവർക്കും ആന്റി ജീസസ്, ഈ നിഗൂഢമായിട്ടുള്ള പൈശാചിക ആരാധനയെ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സംസാരിക്കുന്നിടത്ത് ആന്റി ജീസസ് ആണ് വേണ്ടത്. അവിടെയാണ് നമ്മൾ കൂടുതൽ ഉണരേണ്ടത്, ക്രിസ്ത്യാനി കൂടുതൽ ഉണരേണ്ടത്. എവിടെയാണോ ഒരു സാത്താൻ ആരാധകന്റെ സ്ഥാപനം ഉള്ളത്, ഞാൻ നേരെ തിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, എവിടെയാണോ പരിശുദ്ധ കുർബാന കരങ്ങളിൽ അൽമായർക്ക് ഒക്കെ വിതരണം ചെയ്യുന്നത്, അങ്ങനെയുള്ള പള്ളികൾക്ക് 4 മുതൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു സാത്താൻ ആരാധകരുടെ ആരാധനാലയം ഉണ്ട് എന്ന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കണ്ടെത്തിയതാണ്. അപ്പോൾ അതിന് ആദ്യം ഒരു പ്രതിവിധി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് ഈസി ആയിട്ട് ഈ സാധനം കിട്ടാൻ ഉള്ള ആ മാർഗങ്ങൾ നമ്മളായിട്ട് തന്നെ അടയ്ക്കുക. ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിലോട്ട് കള്ളം കയറി വരാതിരിക്കാൻ വേണ്ടി നമുക്ക് വീട്ടിൻ്റെ താഴും താക്കോലും വെച്ച് പെര പൂട്ടിയിട്ടിട്ട് കിടക്കാൻ പാടില്ലേ? അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോകാതിരിക്കുന്നതിനെ പറ്റി ചിന്തിക്കും. ആ ഒരു നിലവാരം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് മെഷേഴ്സ് നമ്മൾ എടുക്കണം. പിന്നെ ഭരണാധികാരികളെ പറ്റി അച്ഛൻ പറഞ്ഞത്, ഭരണാധികാരികൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ലോജിക്കുള്ളവരും അല്ലെങ്കിൽ നന്മയുടെ പ്രതിരൂപങ്ങളായിട്ട് കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഗോഡ്സ് ഓൺ കൺട്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ വെമ്പൽ കൊള്ളുന്ന ഭരണാധികാരികളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ
എത്രയോ അനുഗ്രഹീതമായിരുന്നു. ഭരണാധികാരികളെ ഒന്നും അടച്ചാക്ഷേപിക്കുകയല്ല. അവർക്ക് അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്, അവർക്ക് അവരുടേതായ ഗ്രൂപ്പുകളിലെ ബാന്ധവങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഈ പറഞ്ഞതുപോലെ പോലീസ് ഓഫീസേഴ്സ് ഉൾപ്പെടെ ഉള്ള ആൾക്കാരാണ് ഈ ഗ്രൂപ്പിലൊക്കെ ഉള്ളതെന്ന് അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോ അച്ഛൻ പഠിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടി ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ പോയിട്ട് ചില ജോർജ് ചോദിച്ച മറ്റൊരു ചോദ്യം, അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചു വരാം? ഈ പെട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. തിരിച്ചു വരും. കാരണം ദൈവം ഒരാളെയും അങ്ങനെ അത്ര അങ്ങോട്ട് നമ്മളുടെ ഉള്ളില് വില്ലിങ് ആയിട്ട് പോയി നശിക്കണമെന്ന് ആഗ്രഹിച്ച് പോകുന്ന കേസല്ലാത്തതൊക്കെ ഒരു സമയത്ത് തിരിച്ചു വരും. നമ്മുടെ കയ്യിലിരിക്കുന്ന റബ്ബർ പന്ത് നമ്മുടെ അടുത്തോട്ട് തന്നെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എറിയുമ്പം അത് ഭിത്തിയിലേക്ക് വലിച്ചെറിയണം. അവിടെ കൊണ്ടതിന് ശേഷമേ നമ്മുടെ അടുത്തോട്ട് തിരിച്ചു വരത്തുള്ളൂ. കൊള്ളാൻ അനുവദിക്കാന്നുള്ളൂ. ചിലത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകാത്തത് ചെന്ന് കൊണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, പ്രത്യേകിച്ച് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരം സംഘങ്ങളിൽ ഇവർ ചെന്ന് പെട്ട് കഴിയുമ്പോൾ ഒരു ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ട്രാപ്പിംഗ് ഇത്തരത്തിലുള്ള ഒരു നിഗൂഢ സംഘങ്ങൾ നടത്തുന്നുണ്ടോ? ഈ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഒരു ആത്മീയമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ സ്പിരിച്വൽ പവർ വളരെ ഉന്നതമാണ്. പക്ഷേ പലപ്പോഴും പലർക്കും ഇതിൽ നിന്നും പിന്മാറാൻ സാധിക്കുന്നില്ല. അത് ഏതെങ്കിലും തരത്തിലൊരു ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ ഒരു ട്രാപ്പിംഗ് ഇവർ നടത്തുന്നുണ്ടോ? ഇത്തരത്തിലുള്ള നിഗൂഢ സംഘങ്ങൾ നടത്തുന്നുണ്ടോ ശ്രീ ജെയിംസ്? ട്രാപ്പ് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. കാരണം അവരവിടെ ചെയ്യുന്നത് ഏതായാലും സമൂഹത്തില് എല്ലാവരും വളരെ ഹാപ്പിയോടുകൂടി വെൽക്കം ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പല ടൈപ്പുള്ള കാര്യങ്ങൾ അവരവിടെ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പബ്ലിഷ് ചെയ്ത് വ്യക്തിഹത്യ എന്നുള്ള രീതിയിലൊക്കെ പോകുന്ന ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും അത് അങ്ങനെ ചെയ്യാതിരുന്നത്. എന്നാൽ ഇതുപോലെ തന്നെ പല കാര്യങ്ങൾക്കകത്തും ചെന്നതിന് ശേഷം ഇവരെ ട്രാപ്പിൽപ്പെടുത്തുന്നത്. ഇപ്പോ ഇതെല്ലാം ഓരോ ട്രാപ്പാണ്. നിങ്ങൾ ഒരു തവണ അത് മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, സെക്സുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. ഈ നഗ്നപൂജ എന്ന് പറയുന്ന സംഭവം, അത് തിരുവോസ്തി ഈ സ്ത്രീകൾ നേക്കഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ ബോഡിയിൽ കയറ്റി വഹിച്ചിട്ട് ആരാധന നടത്തുന്നത്. അത് ആരാധന എന്നൊക്കെ അവർ പറയുന്നു, നമുക്കത് ആരാധന എന്നല്ല, അവരുടെ ഒരു പേക്കൂത്ത്, അത്രേ ഉള്ളൂ. അതിപ്പോ ഇത് മാത്രമായിട്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ അതിനകത്ത് ചെന്ന് പെട്ട ഒരാള് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ഒന്നല്ല. പ്രത്യേകിച്ചും ലേഡീസ്. നമ്മൾ കൗൺസിലിംഗ്, അതായത് ഈ യുവജനങ്ങളുടെ കൗൺസിലിംഗ് ക്ലാസ് ഒക്കെ വരുന്ന സമയത്താണ് ഞങ്ങൾ ഇതിനെപ്പറ്റി ശരിക്കും മനസ്സിലാക്കിയത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെല്ലു വന്നിട്ട് പറയുന്നത്, ഞാൻ ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ചില ലേഡീസ് ആയിട്ടുള്ള പെൺകുട്ടികളെ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാനൊക്കെ ഉള്ള ഒരു പരിധി വരുമ്പോൾ നമ്മൾ കന്യാസ്ത്രീകളുടെ അടുത്തേക്കൊക്കെ പറഞ്ഞു വിടും ചില കാര്യങ്ങൾ. അപ്പൊ അവിടെ പറഞ്ഞു വിട്ട് അതിനുശേഷം കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ട് ഇവരിങ്ങനെ പോയതിനു ശേഷം, ഇവരെ ട്രാപ്പിൽ പെടുത്തിയതിനു ശേഷം ഇവരെ ഫോളോ അപ്പ് ചെയ്യുവാണ്. അത് ഒരാളെ കൊണ്ടൊന്നുമല്ല, വീണ്ടും 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 ഫോളോ അപ്പ് ചെയ്യുകയാണ്. പ്ലസ് ഒരു തിരുവോസ്തി മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ എനിക്ക് 15,000 രൂപ തന്നു എന്ന് പറഞ്ഞ് ആ കുട്ടി നടത്തുന്ന കൺഫെഷൻ അല്ല, കുമ്പസാര രഹസ്യം അല്ല, കൺഫെഷൻ അല്ല, അത് എനിക്ക് 15,000 രൂപ കിട്ടിയെന്ന്. അപ്പൊ ആൾക്കാർ കളിയാക്കി പറയുന്നവർ പറയും, എടാ 15,000 രൂപ കിട്ടുവാണെങ്കിൽ ഈ സാധനം കുറെ മേടിച്ചുകൊണ്ട് കൊടുക്കാലോ. നമ്മൾ അവിടെയാണ് തെറ്റ്. അവർക്ക് വാഴ്ത്തിയ തിരുവോസ്തി മതി. നമ്മൾ ഈ സഭയിലുള്ള നമ്മള് സഭാമക്കൾക്കോ എന്തിനേറെ പട്ടം കിട്ടിയ ചില പുരോഹിതർക്കോ പോലും സാധാരണഗതിയിൽ കിട്ടിയിരിക്കുന്ന തിരുവോസ്തിയും ഈശോയുടെ തിരുശരീരമായിട്ട് കുർബാനയിൽ രൂപാന്തരം പ്രാപിച്ച തിരുവോസ്തിയും കൂടെ ഒന്നിച്ചു വെച്ചാൽ അത് തിരിച്ചറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയൊക്കെ പരിതാപകരമാണെന്നേ പറയാൻ പറ്റൂ. എന്നാൽ അവൻ അത് മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ ദാവീദിന്റെ പുത്ര, ദൈവത്തിന്റെ പുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് വേറെ ആരും തിരിച്ചറിയാതിരുന്നപ്പോ അവൻ അറിഞ്ഞത്. അപ്പൊ അവൻ നിസ്സാരക്കാരനല്ല, അവനെ നിസ്സാരണക്കാരനാണ് എന്ന് ചിന്തിക്കുന്നതാണ് തെറ്റ്. അതിന്റെ അർത്ഥം വിശ്വാസം ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാവോ, ഈ 21-ാം നൂറ്റാണ്ടിലല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമുക്കതേ പറയാനുള്ളൂ. അത് വ്യക്തമാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ പൈസയൊക്കെ കൊടുത്ത് ഈ കുട്ടികളെ ഇതിലേക്ക് ട്രാപ്പിൽ പെടുത്തണമെങ്കിൽ ഇത്തരം ബ്ലാക്ക് മാസ് സംഘങ്ങളുടെ പിന്നിൽ വലിയ രീതിയിലുള്ള ഒരു ഫണ്ടിങ്, അത് ഇപ്പം ഇന്ത്യയുടെ ഉള്ളിൽ നിന്ന് മാത്രമായിരിക്കില്ല, ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഫണ്ടിങ് ഒക്കെ ഇതിന് പിന്നിൽ നടക്കാനുള്ള ഒരു സാധ്യതയില്ലേ ശ്രീ ജെയിംസ്? ഉറപ്പല്ലേ, ഉറപ്പാണല്ലോ. അതുകൊണ്ടാണല്ലോ പലരും പലതും തുറന്നു പറയാൻ വിമുഖത കാണിക്കുന്നത്. ബാക്കി എന്തൊക്കെ പറഞ്ഞാലും, ഏത് രക്തസാക്ഷിത്വം വഹിക്കണം എന്ന് പറഞ്ഞാലും, ഇപ്പോ ഒരു പൗരോഹിത്യത്തിൽ നിൽക്കുന്ന ഇപ്പൊ ടോമച്ചനാണെങ്കിൽ ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് നാളെ ടോമച്ചൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഞങ്ങൾ ടോമച്ചനെ ഒരു വണക്കം തന്ന് ഞങ്ങളുടെ സഭയിലെ രക്തസാക്ഷിയായി മാറി അച്ഛനെ ഞങ്ങൾ നേരെ മറിച്ച്
ഒരു കുടുംബസ്ഥനായിട്ടിരിക്കുന്ന ഒരുവന് അവന്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട്. അവരും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതാണ്. ലാസ്റ്റ് ഇവരെല്ലാരും കൂടെ പറയും ആ കുടുംബം മുഴുവൻ മുടിച്ചത് കളിച്ചെന്ന് പറഞ്ഞു. അപ്പോ ഫൈറ്റ് ചെയ്യേണ്ടത്, അന്ധകാര ശക്തികളോട് ഫൈറ്റ് ചെയ്യേണ്ടത് അത്ര ഓപ്പൺ ആണ് എന്ന് പറഞ്ഞ് ചെയ്യുന്നതിൽ ഭീരുത്വം കൊണ്ടല്ല പിന്മാറി നിൽക്കുന്നത്, ഓക്കെ വിവേകം കൊണ്ടും കൂടിയാണ്. നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകി കൂടി ആവണം എന്നാണല്ലോ പറഞ്ഞത്. പ്രാവിനെ പോലെ നിഷ്കളങ്കരായാൽ മാത്രം പോരല്ലോ. ഓക്കെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത്. എന്നാൽ പ്രാർത്ഥനയും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നിൽക്കുന്ന കുടുംബങ്ങളെ ഒന്നും, അതായത് കൗദാശിക ജീവിതത്തിൽ പ്രോപ്പർ ആയിട്ടൊക്കെ പൊക്കോണ്ടിരിക്കുന്ന കുടുംബങ്ങളെ ഒന്നും അത്ര പെട്ടെന്നൊന്നും ഒരുത്തിനും കീഴ്പ്പെടുത്തില്ല. അതാണ് എനിക്ക് സഭാമക്കളോടും ദൈവവിശ്വാസികളോടും ഒക്കെ പറയാനുള്ളത്. പിന്നെ ഈ സഭാവിശ്വാസികൾ അന്ന് പേരിൽ നാമത്തിൽ ക്രിസ്ത്യാനി ആയിരിക്കുന്നവരെല്ലാവരും അപ്പൊ അവര് പെട്ടുപോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാണ് കുറെ ആൾക്കാർ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. നിരീശ്വര പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്നവൻ ഏത് ദൈവവിശ്വാസം? അവൻ അതിനകത്തുള്ളവനാണെങ്കിൽ അവൻ അതിനകത്ത് പോയി ഇതിൽ കയറുമ്പോൾ ഒരു ക്രിസ്ത്യൻ നാമധാരി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ നമ്മളെക്കാൾ നന്നായിട്ട് ജീവിക്കുന്ന മുസ്ലിംസും ഉണ്ട്, നമ്മളെക്കാൾ നന്നായിട്ട് ജീവിക്കുന്ന ഹൃദയം കൊണ്ട് വിശാല ഹൃദയരായിട്ടുള്ള നല്ല ഹൈന്ദവരും ഉണ്ട്, ഒക്കെ ഉണ്ട് ഈ സമൂഹത്തിൽ. തിന്മ ഏതാണെന്ന് വിവേചിച്ചറിയാൻ ആ ലോജിക്കാണ് ഉപയോഗിക്കേണ്ടത്. ഒരു സെക്കൻഡ്, വിദ്യാഭ്യാസം കൊണ്ട് എല്ലാം കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത എല്ലാം ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും അങ്ങനെയൊക്കെ ഉള്ളവരാണ്. അതിലൊന്നും ഒരു കഥയില്ല എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം.